ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സാൻഡിയിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇത് സ്നേഹയാണ്. കഴിഞ്ഞ തവണ, അതായത് ദസറ ഹോളിഡേയ്സിൽ അവൾ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അവളെ ആലുവയിൽ കൊണ്ടുപോയി ഹൈദരാബാദിൽ ട്രെയിൻ കയറ്റി വിടാനായിട്ട് ഞാൻ അവളുടെ ഒപ്പം പോയിരുന്നു. അപ്പോഴെടുത്ത ഒരു വീഡിയോയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ എന്തിനാണ് ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. കാരണമുണ്ട് കേട്ടോ. 20-ാം തീയതിയോടുകൂടി അവളുടെ എക്സാം കഴിഞ്ഞു. അപ്പോൾ 21-ാം തീയതി അവിടെ നിന്ന് പോകുന്ന 22-ാം തീയതി ഇവിടെ എത്താമെന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു സ്നേഹയുണ്ടായിരുന്നത്. എന്നാൽ 21-ാം തീയതി, അതായത് ഇന്ന് പോരാൻ വേണ്ടി ഇന്നലെ ടിക്കറ്റിന് ശ്രമിച്ചു. താൽക്കാലിലാണ് നോക്കിയത്. എന്നാൽ ടിക്കറ്റ് കിട്ടിയില്ല. ഇന്ന് വീണ്ടും നോക്കി നാളെ പോരാമെന്ന് കരുതി. പക്ഷേ അതും കിട്ടിയിട്ടില്ല. അപ്പോൾ ആളാകെ സങ്കടത്തിലായി. കാരണം ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, സെക്കൻഡ് സെമ്മിന് ശേഷം. ഇപ്പോൾ 22-ാം തീയതി ഇവിടെ എത്തുകയായിരുന്നെങ്കിൽ മറ്റ് ക്രിസ്മസിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാമെന്നൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. കൂട്ടുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങളും വളരെ സന്തോഷത്തിലായിരുന്നു. അവൾ ക്രിസ്മസിന് വരുമല്ലോ എന്നോർത്ത്. പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല. ഇനിയിപ്പം നാളെ കൂടി ടിക്കറ്റ് നോക്കാമെന്ന് വിചാരിക്കുന്നു. കിട്ടുമോ എന്നറിയില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ സീസണല്ലേ, സീസണിൻ്റെ ടൈം ആയതുകൊണ്ടാണ് കിട്ടാത്തത്. എല്ലാവരും തന്നെ നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണല്ലോ. ഒരു 2 ആഴ്ചയെങ്കിലും അവധി കിട്ടിയിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ 2 ദിവസത്തെ യാത്രയും അങ്ങോട്ടും 2 ദിവസം ഇങ്ങോട്ടും ആയി കഴിയുമ്പോൾ പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നാട്ടിൽ നിൽക്കാനായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ 1-2 ദിവസത്തെ അവധിയും പിന്നീട് ഇടയ്ക്ക് ന്യൂ ഇയറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് അവധികളൊക്കെ ക്ലബ് ചെയ്തുകൊണ്ടും പിന്നെ സംക്രാന്തിയുടെ അവധിയെല്ലാം കൂടെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല. എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.